ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ നിങ്ങൾ ഏഞ്ചൽ വൺ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ട്രേഡിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ എന്തായാലും കണ്ടിരിക്കേണ്ടതാണ്. നമ്മൾ ഈ വീഡിയോയിലൂടെ ഏഞ്ചൽ വണ്ണും ഫയേഴ്സും തമ്മിലുള്ളൊരു ഡീറ്റെയിൽഡ് കമ്പാരിസനാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ കുറച്ച് പോയിൻറ്റ്സ് ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് വൺ ബൈ വൺ നമുക്കൊന്ന് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഏഞ്ചൽ വൺ ആണോ ഫയേഴ്സ് ആണോ ട്രേഡിങ്ങിൽ ബെസ്റ്റ് എന്ന് നമുക്ക് തീരുമാനിക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഫയേഴ്സിൻ്റെയും ഏഞ്ചൽ വണ്ണിൻ്റെയും ഓർഡർ ടൈപ്പുകളാണ്. നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ ഒത്തിരി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫയേഴ്സിൻ്റെ സ്മാർട്ട് ലിമിറ്റ് ഓർഡറും സ്മാർട്ട് ട്രെയിൽ ഓർഡറും സ്മാർട്ട് സ്റ്റെപ്പ് ഓർഡറും പിന്നെ അഡീഷണലായിട്ട് ഇക്വിറ്റി SIP എല്ലാം നമ്മൾ മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. അതെല്ലാം ഫയേഴ്സിൻ്റെ അഡ്വാൻസ്ഡ് ഓർഡർ ടൈപ്പുകളാണ്. പക്ഷേ ഏഞ്ചൽ ബ്രോക്കിങ്ങിന് ആകെയുള്ളത് കവർ ഓർഡറും ബ്രാക്കറ്റ് ഓർഡറാണ്. എന്നുവെച്ചാൽ നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന അതേ ഓർഡറുകളാണ് നമുക്ക് ഇപ്പോഴും ഏഞ്ചൽ വണ്ണിൽ കൊടുത്തിട്ടുള്ളൂ. ഒരു പുതുതായിട്ടുള്ളൊരു ഇന്നോവേറ്റീവായിട്ടുള്ള ടൈപ്പുകളൊന്നും നമുക്ക് വന്നിട്ടില്ല ഏഞ്ചലിൽ. ഡെഫിനറ്റ്ലി ഓർഡർ ടൈപ്പിൽ എന്തായാലും ഫയേഴ്സ് തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അടുത്ത് നമുക്ക് നോക്കേണ്ടത് ആനുവൽ മെയിൻ്റനൻസ് ചാർജാണ്. എന്തായാലും നമ്മൾ ഏതൊരു ബ്രോക്കറിനെ കുറിച്ച് ഉപയോഗിക്കുമ്പോഴും അതിന് ഹിഡൻ ചാർജസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ലോങ് ടൈമിൽ നമ്മൾ നോക്കുമ്പോൾ ചെറിയ ട്രേഡേഴ്സിനൊക്കെ ആകുമ്പോൾ എമൗണ്ടുകൾ പോകുന്നത് വളരെ കോമൺ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഫയേഴ്സും ഏഞ്ചൽ വണ്ണും നോക്കിക്കഴിഞ്ഞാൽ ഫയേഴ്സിൽ കംപ്ലീറ്റ്ലി ഇത് ഫ്രീ ആണ്. ആനുവൽ മെയിൻ്റനൻസ് ചാർജസ് ഇല്ല. നമ്മളെപ്പോഴും പറയാറുള്ള പോലെ ഏഞ്ചൽ വണ്ണിൽ ഫസ്റ്റ് ഇയർ ഇത് ഫ്രീ തന്നെയാണ്. സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് അപ് ടു എബവ് 50,000 മേലുള്ളവർക്ക് നമ്മുടെ അപ് ടു 100 rupees ടാക്സും പെർ ആനുവലിൽ നിങ്ങളുടെ നിന്ന് പോയിക്കൊണ്ടേയിരിക്കും. എത്ര വർഷം പോകുന്നോ അത്ര വർഷം നിങ്ങളുടെ പൈസ അവർ പിടിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ അതെന്തായാലും ഫ്രീ ആക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഏഞ്ചൽ വണ്ണ് ഉപയോഗിക്കുന്നവർ അത് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും ലോങ് ടൈമിലേക്കൊക്കെ ഹോൾഡ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഫയേഴ്സ് തന്നെയാണ് ഇവിടെയും വിൻ ചെയ്തിരിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളും ആപ്പുകളുമാണ്. ഫയേഴ്സിൻ്റെയും ഏഞ്ചൽ വണ്ണിൻ്റെയും ട്രേഡിംഗ് ആപ്പുകൾ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഫയേഴ്സിൻ്റെ ആപ്പ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും ഓർഡർ ബുക്ക് ചെയ്യാനും ഏറ്റവും ഈസി ആയിട്ടുള്ളത് ഫയേഴ്സിൻ്റെ പ്ലാറ്റ്ഫോമാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഏഞ്ചൽ വണ്ണിൻ്റെ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളൊരു UI ആണ്. എന്തായാലും ഓൾമോസ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ എന്തായാലും ഫയേഴ്സ് തന്നെയാണ് ബെസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നോർമൽ ട്രേഡേഴ്സാണ് നിങ്ങൾക്ക് ഏഞ്ചൽ വൺ വഴി ട്രേഡ് ചെയ്യാം. പക്ഷേ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് കുറച്ചുകൂടി ഫോക്കസ്ഡ് ആകുമ്പോൾ ഇൻട്രാഡേ ട്രേഡിങ്ങിലൊക്കെ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആവുന്നവർക്ക് എന്തായാലും ഫയേഴ്സിൻ്റെ ആപ്പും അതിൻ്റെ ഡെസ്ക്ടോപ്പും വെബ് പ്ലാറ്റ്ഫോമുകളും വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും. വളരെയധികം പുതിയ ഫീച്ചേഴ്സും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആപ്പാണ് ഫയേഴ്സിൻ്റെ. അടുത്ത പോയിന്റിലേക്ക് പോകാം. ഈ അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജസ് ഇതുവരെ നിങ്ങൾ അക്കൗണ്ട് ഇതിലെടുത്തിട്ടില്ലെങ്കിൽ ഫയേഴ്സ് പുതിയ അക്കൗണ്ട് എടുക്കാനായിട്ട് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തുകൊള്ളുക. നമ്മുടെ ലിങ്ക് വെച്ച് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പ്രീമിയം സപ്പോർട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിനായിട്ട് ടെലിഗ്രാം ചാനലിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി, നിങ്ങളെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ അക്കൗണ്ട് എടുത്തുകൊള്ളുക. എന്നിട്ട് ഡീറ്റെയിൽസ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീമിയം സപ്പോർട്ട്, പുതിയ ട്രേഡേഴ്സിന് ഒരു പ്രീമിയം സപ്പോർട്ടും നമുക്ക് നൽകുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത ഇതിലേക്ക് പോവാം. അടുത്ത നമ്മുടെ ബ്രോക്കറേജ് ചാർജസ് ആണ്. ഫയേഴ്സിലും ഏഞ്ചൽ വണ്ണിനും ഓൾമോസ്റ്റ് മിക്ക പ്ലാറ്റ്ഫോമുകൾക്കും ഫ്ലാറ്റ് 20 rupees പെർ ട്രേഡ് തന്നെയാണ്. പക്ഷേ ഫയേഴ്സിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഡെലിവറിക്ക് 20 rupees or 0.3% ഓഫ് എക്സിക്യൂട്ടഡ് ഓർഡർ. അപ്പോൾ എക്സിക്യൂട്ടഡ് ഓർഡറിൻ്റെ 0.3% വരുന്നുള്ളൂ. അപ്പോൾ ചെറിയ ട്രേഡേഴ്സിന് ഇത് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ 20 rupees താഴെ ഏതെങ്കിലും
ബ്രോക്കറേജ് വന്നു കഴിഞ്ഞാൽ അത്രയും എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവുള്ളൂ. പക്ഷേ ഏഞ്ചൽ വണ്ണിൻ്റെയോ അത് ഫ്ലാറ്റ് 20 ആണ്. എത്ര ചെറിയ ഓർഡർ എടുത്താലും വലിയ ഓർഡർ എടുത്താലും 20 റുപ്പീസ് അവർ ഡിഡക്റ്റ് ചെയ്യും. അപ്പോൾ ഇൻട്രാഡേ സ്മോൾ ട്രേഡേഴ്സിന് ഇത് എന്തായാലും നിങ്ങൾ ഇപ്പോൾ 5 years എടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തുകൊള്ളുക. പക്ഷേ നിങ്ങൾ വലിയ ഓർഡേഴ്സൊക്കെ എടുക്കണേ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏഞ്ചൽ വണ്ണിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു ബ്രോക്കറേജിൻ്റെ ഒരു ബെനിഫിറ്റും കൂടിയും 5 years നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി അടുത്ത പോയിന്റിലേക്ക് പോകാം. അടുത്തത് DP ചാർജസ് ആണ്. അതും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. 5 yearsൻ്റെ ഓൾമോസ്റ്റ് റുപ്പീസ് 3.5 പ്ലസ് GST ആണ് ഒരു ട്രാൻസാക്ഷനിൽ വരുന്നുള്ളൂ. പക്ഷേ ഏഞ്ചൽ ബ്രോക്കിംഗ് നോക്കിയേ, റുപ്പീസ് 20 പ്ലസ് 18 പ്ലസ് GSTയും ഇതിനകത്ത് ഓരോ ട്രാൻസാക്ഷനും വരുന്നുണ്ട്. അത്ര വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ഈച്ച് എക്സിക്യൂട്ടർ ഓർഡറിന് നമുക്ക് ആ ചാർജസ് വളരെയധികം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ സെക്ഷനിൽ നോക്കുമ്പോൾ 5 years തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. അത് ഇൻട്രാഡേ ട്രേഡേഴ്സിലായാലും സ്മോൾ ട്രേഡേഴ്സായാലും ബിഗ് ട്രേഡേഴ്സായാലും ഈ ഫീച്ചർ ലൈക്ക് DP ചാർജസ് ഏറ്റവും കുറവ് 5 yearsൽ തന്നെയാണ്. ഇനി അടുത്ത പോയിന്റിലേക്ക് പോവാം. അടുത്താണ് ട്രേഡിംഗ് വ്യൂ പ്ലാറ്റ്ഫോം ഇൻറ്റഗ്രേഷൻ. അപ്പോൾ നിങ്ങൾ 5 yearsൽ നിങ്ങൾക്ക് ഹാപ്പി ന്യൂസ് എന്ന് പറയുന്നത് ട്രേഡിംഗ് വ്യൂ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അതിൻ്റെ ചാർട്ടുകളും അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സും എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പക്ഷേ ഏഞ്ചൽ വണ്ണിന് അവരുടേതായ ചാർട്ട് തന്നെയാണുള്ളത്. ജസ്റ്റ് നമ്മൾ കോമൺലി യൂസ് ചെയ്യണ ഒട്ടും അഡ്വാൻസ്ഡ് അല്ലാത്ത ഒരു ചാർട്ട് തന്നെയാണ് ഏഞ്ചൽ വണ്ണിൽ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ട്രേഡിംഗ് വ്യൂ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ 5 yearsൽ ജോയിൻ ചെയ്തോളുക. ഓൾമോസ്റ്റ് ട്രേഡിംഗ് വ്യൂ പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ ഇയർലി ചാർജസ് എന്ന് പറയുന്നത് 4000 റുപ്പീസ് അറൗണ്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതെന്തായാലും വെച്ച് നോക്കുമ്പോൾ 5 years തന്നെയാണ് ബെസ്റ്റ്. കാരണം അത് ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി അടുത്തൊരു ഫീച്ചേഴ്സിലേക്ക് പോകും. അടുത്തത് പ്ലാറ്റ്ഫോം ആൻഡ് ടെക്നോളജി ഫീച്ചേഴ്സ്. 5 yearsൽ നമുക്ക് ഒത്തിരി വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യാം. നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമുക്ക് 100 അല്ല 500 അല്ല ഇഷ്ടമുള്ള അത്രയും വാച്ച് ലിസ്റ്റുകൾ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫീച്ചർ വെച്ചിട്ട് നിങ്ങൾക്ക് ഇൻട്രാഡേ ട്രേഡിങ്ങിലൊക്കെ വളരെയധികം ഉപകാരപ്പെടും. ഈച്ച് സെഗ്മെൻറ്റിലുള്ള എല്ലാ സ്റ്റോക്സ് നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഈസി ആയിട്ട് ഫിൽറ്റർ ചെയ്തെടുക്കാം. ടോപ്പ് മൂവേഴ്സ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വളരെയധികം വോളിയം സ്പൈക്സ് എല്ലാം നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും. പിന്നെ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് അതെല്ലാം നിങ്ങൾക്ക് എല്ലാം ഓൾമോസ്റ്റ് ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും. പിന്നെ ചാർട്ട് ടൈപ്പ് സെക്കൻഡ് ചാർട്ട് നിങ്ങൾ 1 second ചാർട്ട് വരെയാണ് നിങ്ങൾക്ക് മിക്ക പ്ലാറ്റ്ഫോമിലും കാണാൻ പറ്റുന്നത്. ഇത് അതിലും ചെറിയ അപ് ടു 1 second പ്ലാറ്റ്ഫോം 1 minute എന്നുള്ളത് താഴത്തേക്ക് സെക്കൻഡ്സ് 45 seconds 30 seconds അങ്ങനെ നിങ്ങൾക്ക് സ്മോളർ ടൈം ഫ്രെയിമിലുള്ള ചാർട്ടുകൾ നിങ്ങൾക്ക് 5 yearsൽ മാത്രമാണ് കിട്ടുന്നത്. പിന്നെ വോളിയം ക്യാൻഡിൽസ് മൾട്ടി ചാർട്ട് ഇതൊക്കെ ഇതിൻ്റെ അഡീഷണൽ ഫീച്ചേഴ്സാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ട്രേഡിംഗ് വ്യൂ കണക്ഷൻ ഇതൊക്കെയാണ് 5 yearsൻ്റെ ബെനിഫിറ്റ്. അത് വെച്ച് നോക്കുമ്പോൾ ഏഞ്ചൽ വണ്ണിൽ ഡെഫിനറ്റ്ലി ഈ ഫീച്ചേഴ്സ് ഒന്നും അവൈലബിൾ അല്ല. അതിലും നിങ്ങൾക്ക് 5 years തന്നെയാണ് വിൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കുന്നത് ട്രേഡിംഗ് വ്യൂ പ്രീമിയം ഫീച്ചേഴ്സാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുള്ളി ഇൻറ്റിഗ്രേറ്റഡ് ട്രേഡിംഗ് വ്യൂ ചാർട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് വോളിയം അനാലിസിസ് ഇതെല്ലാം നമ്മുടെ ഇൻട്രാഡേ ട്രേഡിങ്ങിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഫീച്ചറുകൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് പേ ചെയ്ത് ട്രേഡിംഗ് വ്യൂ പ്ലാറ്റ്ഫോം എടുക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യമുള്ള ഫീച്ചേഴ്സുകളെല്ലാം 5 yearsൽ തന്നെ അവൈലബിൾ ആയിരിക്കും. ഇത് ഏഞ്ചൽ വണ്ണിൽ ഞങ്ങൾക്ക് കിട്ടുന്നതല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 5 yearsൽ തന്നെ അക്കൗണ്ട് എടുക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങളൊരു സീരിയസ് ട്രേഡർ ആണെങ്കിൽ നിങ്ങളെന്തായാലും ഇതിൽ തന്നെ ഫോക്കസ് ചെയ്യണം. പിന്നുള്ളതാണ് ട്രേഡ് ജേണൽ. അത് വളരെയധികം ഉപകാരപ്പെട്ടൊരു ഫീച്ചർ തന്നെയാണ്. 5 yearsൻ്റെ ട്രേഡ് ജേണൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈച്ച് ഡേ ഉണ്ടായ ട്രേഡുകൾ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വയ്ക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് സംഭവിച്ചത്, എങ്ങനെയാണ് ആ ട്രേഡ് എടുത്തത്, അങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു റെഗുലർ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ട്രേഡർ ആവാനായിട്ടുള്ള ഒരു ഫീച്ചറാണ് 5 yearsൻ്റെ ജേണൽ. പക്ഷേ ഏഞ്ചൽ വണ്ണിൽ അങ്ങനെ ഒരു ഫീച്ചർ ഇല്ല. അപ്പോൾ ഇതെന്തായാലും റെഗുലർ ട്രേഡർ ഡിസിപ്ലിൻ ട്രേഡർക്ക്
വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഫീച്ചർ ആണ് ഫയേഴ്സിൻ്റെ ജേർണൽ. പിന്നെ നമുക്ക് ഇൻസ്റ്റ ഓപ്ഷൻ നമ്മൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഈ ഇൻട്രാഡേ ട്രേഡ്സൊക്കെ നിങ്ങൾക്ക് 1 ക്ലിക്കിനുള്ള നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാനും സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാനും എല്ലാം നമുക്ക് ഫയേഴ്സിലൂടെ സാധിക്കുന്നതായിരിക്കും. പക്ഷേ ഏഞ്ചലിൽ നമുക്ക് അതിന് തേർഡ് പാർട്ടി ആപ്പാണ് സെപ്പറേറ്റ് ഉള്ളത്. സെൻസിബിൾ ആയിട്ടുള്ള ഒരു ഇൻറ്റഗ്രേഷനാണ് ഏഞ്ചൽ 1-ലുള്ളത്. സോ ഏഞ്ചൽ 1 ആണോ ഫയേഴ്സ് ആണോ ബെസ്റ്റ്? ഡെഫിനറ്റ്ലി ഫയേഴ്സ് തന്നെയാണ്. നല്ലൊരു സീരിയസ് ട്രേഡർ ആണെങ്കിൽ ഫയേഴ്സിൽ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യണം. അപ്പോൾ ഇത്രയുള്ള വീഡിയോയിൽ പുതിയൊരു വീഡിയോയും വരുന്നത് വരെ ബൈ.